ഫിലിപ്പി ലേഖനം 4:15 മുതൽ 17 വരെ നമുക്കൊന്ന് വായിക്കാം. ഈ പാർട്ട്ണർഷിപ്പ് ഇൻ മിനിസ്ട്രിയാണ്. പിന്നെ സാമ്പത്തികം നമുക്ക് മഹാനിയോഗത്തിൽ കർത്താവ് തന്ന ദൗത്യത്തിൽ നമുക്ക് പങ്കാളിത്തം തരുന്ന മേഖലയാണ് സാമ്പത്തികം എന്നുള്ളത്. കൊടുത്തുകൊണ്ട് നമുക്ക് ആ ശുശ്രൂഷയിൽ പങ്കാളികളായി തീരാം. അതിനുവേണ്ടിയാണ് നമ്മളെ വെച്ചതെന്ന് നമ്മൾ കണ്ടു. നമുക്കതിൻ്റെ ഫിലിപ്പി ലേഖനത്തിലേക്ക് വരാം. സഹോദരന്മാരായിരുന്നു 4-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെ ഒന്ന് വായിക്കാമോ? എന്നോട് കൂട്ടായ്മ ആണ്. എന്ത് ഫെലോഷിപ്പാണ്, എന്ത് പാർട്ണർഷിപ്പാണ് പൗലോസുമായിട്ട് അവർ അപ്പോൾ ഉണ്ടായത്? പൈസ കൊടുത്തപ്പോൾ മിനിസ്ട്രി പാർട്ണർഷിപ്പാണ് അത്. ഈ ദൗത്യത്തിൻ്റെ പാർട്ട്നേഴ്സാണ് അവരെല്ലാവരും കൂടിയാണ് ആ യുദ്ധം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളിവിടെ ഇരുന്ന് കേരളത്തിൻ്റെ ഈ നമ്മളുടെ വീടിൻ്റെ എല്ലാ ഒരു ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ലോകത്തിൻ്റെ അറ്റത്തോളമുള്ള പ്രവർത്തനത്തിൻ്റെ പാർട്ട്നേഴ്സ് ആകുകയാണ് നമ്മുടെ വിശ്വാസികൾ. അത് നമ്മുടെ വിശ്വാസികളെ നമ്മളത് പഠിപ്പിക്കണം, അത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ നമുക്ക് ഈ സാമ്പത്തിക മേഖല കൊടുക്കലിനെ കുറിച്ച്, ഈ മിഷന് കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ പാർട്ട്നേഴ്സ് ആക്കുന്നത് മാത്രമല്ല, അത് മിഷണറിമാരുടെ ആവശ്യങ്ങൾ നടത്തുന്നത് ഇതുകൊണ്ടാണ്. അതതിൻ്റെ ബേസിക് കാര്യം അതാണ്. മിഷണറിമാർക്ക് ആവശ്യങ്ങളുണ്ടെന്നുള്ളതാണ്. ഈ മിഷണറിമാർ, ഞാനിങ്ങനെ നമ്മുടെ ഇന്ത്യയിലുള്ള പല മേഖലകളിൽ, നമ്മുടെ പല പ്രവർത്തന മേഖലകളിലൊക്കെ പോകുമ്പോൾ ഞാൻ അവിടെ കണ്ടൊരു കാര്യം, ഈ പൊതുവെ കാണാത്തൊരു കാര്യം, അവിടുത്തെ ഈ മിഷണറിമാരുടെ പിള്ളേർക്കൊക്കെ 3 നേരം ഭക്ഷണം കഴിക്കണം. എന്താണെന്ന് പറഞ്ഞുകൂടാ, അവർ 3 നേരം ഭക്ഷണം കഴിക്കുന്ന പിള്ളേരാണ്. എന്താ അങ്ങനെ ഒരു പ്രത്യേകത അവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഈ മിഷൻ മേഖലയിൽ. അവരും അങ്ങനെ കഴിക്കുന്നവരാണ്. പിന്നെ അവിടെ വണ്ടിയിലൊക്കെ കയറുമ്പോൾ പൈസ കൊടുക്കണം. ഒരു വണ്ടിയിലും വെറുതെ കയറ്റിയല്ല. എവിടെ ചെന്ന് അവർ സ്കൂളിൽ പിള്ളേർക്ക് ഫീസ് മേടിക്കുന്നുണ്ട്, എവിടെ ചെന്നാലും ഇവരുടെ പൈസ മേടിക്കുന്നുണ്ട്. അതെന്താ? വിശ്വാസികളായോണ്ടായിരിക്കും അല്ലേ? അത് മിഷണറിമാർക്കുള്ള പ്രത്യേകം ഞാൻ കണ്ടതാണ്. പക്ഷെ നമ്മുടെ ഇവിടെയുള്ള വിശ്വാസികൾക്ക്, പല വിശ്വാസികളെ നോക്കിയാൽ അങ്ങനെ ഒരു ചിലവ് അവിടെ ഉള്ളതായിട്ട് എല്ലാവർക്കും ഉണ്ടെന്നറിയാം, നമുക്കറിയാം അല്ലേ? നിങ്ങൾക്ക് ചിലർക്കറിയാതെ അറിയാം. പലരും അങ്ങനെ ജീവിക്കുന്ന, പലരുടെയും സാമ്പത്തിക പോളിസി കണ്ടിട്ട് അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉള്ളതായിട്ട് ആർക്കും ഒരു ചിന്തയില്ല. ഞാൻ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഞാൻ പല സഭകളിൽ ഇങ്ങനെ പോകുന്നതായതുകൊണ്ട്, പല വിശ്വാസികളായിട്ട് അടുത്തിടപെടുന്നതുകൊണ്ടും, ഈ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഹോം ചർച്ചിലിരിക്കുന്ന വിശ്വാസികൾ പലരുടെയും ചിന്ത അവിടെ അങ്ങനെ ഭക്ഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ്. നിങ്ങളങ്ങനെ അല്ല, നിങ്ങൾ ഒരാളെ ചിന്തിക്കുന്നില്ല, നിങ്ങളെല്ലാവരും എങ്ങനെ ചിന്തിക്കുന്നത് എനിക്കറിയത്തില്ല. നിങ്ങളുടെ മനോഭാവവും നിങ്ങളുടെ ഇടപെടലുകളും നിങ്ങളുടെ സാമ്പത്തിക ഇടപാടും കണ്ടിട്ട് എന്താ ആളുകൾ പറയാമെന്നുള്ളത് ചോദിച്ചത്. നിങ്ങൾ പറയണ്ട, നിങ്ങൾ പറയണ്ട. നിങ്ങളുടെ കണ്ടാൽ ആളുകൾ എങ്ങനെ പറയുമെന്ന് നമുക്കത് ഊഹിച്ചെടുക്കാമല്ലോ. എന്നെ കർത്താവ് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ ചെന്നിട്ട് കഥ കടച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞു. നിങ്ങൾ കഥ കടച്ച് വീട്ടിൽ ചെന്ന് കഥ കടച്ച് നിങ്ങൾ തന്നെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെക്കുറിച്ച് ആളുകൾ എങ്ങനെ, നമ്മളിൽ പലരും ഇങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു പുറത്ത് നടത്തുന്ന ആളുണ്ട്. അദ്ദേഹം ഒരു ജോലി ചെയ്തിട്ട് റിട്ടയറായിട്ട് ഇടയ്ക്ക് പോയ ആളാണ്. ഒന്ന് രണ്ട് സഹോദരന്മാരുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു 4-5-6 വർക്കേഴ്സ് ഉണ്ട്. അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പെൻഷനിൽ നിന്ന് ഞങ്ങൾ ഈ കുടുംബങ്ങളെ, ഈ വർക്കേഴ്സിൻ്റെ കുടുംബങ്ങളെ, അവിടെ ഓരോ സ്ഥലങ്ങളിലും പുതിയ മേഖലയാണ്, അവിടെ ആൾ വേണം. അപ്പോൾ അവിടെയുള്ള വർക്കേഴ്സിന് ഈ ആളുകളുടെ അവർ പറയും, ഞങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ ഞങ്ങളെല്ലാവരും കൂടെ ഡിവൈഡ് ചെയ്ത് ഇവിടെ കാര്യങ്ങൾ നടത്തുക എന്ന് പറഞ്ഞു. എനിക്ക് എന്താ പറയുക, എനിക്കറിയാവുന്ന സ്ഥലത്തൊക്കെ ഞാനത് പറയും. അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഇപ്പം മിഷൻ ബുക്കുകളൊക്കെ, ഫിനാൻസ് വായിച്ച ബുക്കുകളിലൊക്കെ കാര്യം പറയുന്നത് ദേ ഹാവ് നീഡ്സ് എന്നുള്ളതാണ്. അപ്പം ഞാനത് കണ്ടിട്ടുള്ള ആളാണ്. അവരുടെ കിട്ടുന്ന ഫാമിലി പെൻഷനിൽ നിന്ന് അവരുടെ കുടുംബവും മക്കളെ മറ്റ് ഈ 4-5 ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ പ്രവർത്തകർ, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിങ്ങനെ ബോ ആണല്ലോ അല്ലേ, കേരളത്തിലെ ബോ പോലെയാണല്ലോ അല്ലേ, വലിയ പോലെയാണല്ലോ. ഇവിടെ നമ്മൾ അമ്പുകളെ വിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ചെന്ന ആളുകൾ അങ്ങനെയാണ് പലരെയും സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ വിജയമാണോ പരാജയമാണോ? നമ്മുടെ പരാജയമാണ്. എനിക്ക് അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖം തോന്നി. അപ്പോൾ അവർ സർവീസ് ചെയ്തതിന് അവർക്ക് കൊടുക്കുന്ന പെൻഷനാണ്. അവരുടെ കുടുംബത്തിനൊക്കെ നമുക്ക് ഒരു പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ ശമ്പളത്തിൻ്റെ വളരെ ഒരു ചെറിയ ശതമാനമാണ്. അവർക്ക് ഒരു 60 കിട്ടുന്നവർക്കൊരു 20 അങ്ങനെ അത്ര ലെവലിലേ കിട്ടുള്ളൂ സാധാരണ പെൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ.
അതിൽ നിന്ന് അവരെല്ലാവർക്കും കൊടുത്തൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഒരു സാക്രിഫൈസൊക്കെ, അപ്പോൾ അത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്കത് വല്ലാതെ എന്നെ അത് വല്ലാതെ ഹർട്ട് ചെയ്തു അങ്ങനെ അത് കേൾക്കുകയും അങ്ങനെ അടൊക്കെ ചെയ്യുമ്പോൾ. നിങ്ങളുടെ കുഴപ്പം, നിങ്ങൾ കുറ്റം പറയല്ല, നമുക്കൊക്കെ കുറവുള്ളവരാണ്, നമുക്ക് സാമ്പത്തികമായിട്ട് അങ്ങനെ ഇല്ല എങ്കിലും അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ നമുക്കൊരു ദുഃഖം തോന്നും പലപ്പോഴും. അടുത്തതായിട്ട് നമുക്ക് പിന്നെ ഈ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, നേരത്തെ നമ്മൾ പിന്നെ കൊരിന്തിലെ കാര്യം പറഞ്ഞതുപോലെയാണ്. കൊരിന്തിൽ ഈ അതായത് നമ്മൾ ദാറ്റ് വിൽ എംപവർ ദ ഇവാഞ്ചലിസം എന്നാണ്. അതായത് സുവിശേഷവൽക്കരണത്തെ ശാക്തീകരിക്കുവാനായിട്ട് ഈ കൊടുക്കലുകൾക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മളെ വിശ്വാസികളെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം. ഞാൻ നിങ്ങളിതൊക്കെ പറയുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, നിങ്ങൾ ഇത് ബോധവാന്മാരായിട്ട് നിങ്ങളത് ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പം നമ്മളുടെ പണം എന്നുള്ളത്, നമ്മൾ അവരെ സാമ്പത്തികമായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അവരുടെ സുവിശേഷവൽക്കരണത്തിനെ ശക്തിപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അത് നമ്മൾ അറിയണം. അത് അവരെ ഉത്സാഹിപ്പിക്കുന്ന ഭയങ്കര ഉത്സാഹമാണ്. അതാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 18-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. നമുക്കതിൻ്റെ 5 വായിച്ച് നോക്കാം. 18:5. ഈ ശുഷ്കാന്തി പൂണ്ടലിൻ്റെ കോണ്ടെക്സ്റ്റാണ് 3ഉം 4ഉം. തൊഴിലൊന്നാകൊണ്ട് അവരവരോട് പാർത്ത് വേല ചെയ്തു, തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. അപ്പോൾ പൗലോസ് ശുഷ്കാന്തി പൂണ്ടത് എങ്ങനെയാണ്? വേലയിൽ ഉത്സാഹമുള്ളവനായി തീർന്നത് എങ്ങനെയാണ്? മക്കെദോന്യയിൽ നിന്ന് ഫീലാസും തിമോത്തിയോസും വന്നു. അതാ നേരത്തെ കൊരിന്ത്യരെ നിങ്ങൾ എനിക്ക് 2-3 പ്രാവശ്യം തന്നല്ലോ എന്ന് പറഞ്ഞാൽ പൈസ കൊണ്ടോ വന്ന് മക്കെദോന്യക്കാർ കൊടുക്കുന്നത്. അവർ മഹാദാരിദ്ര്യമുള്ളവരാണ്, പക്ഷെ അവർ കൊടുക്കുന്ന കാര്യത്തിൽ സമൃദ്ധി കാണിക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് പൗലോസിന് എൻകറേജ്മെൻ്റ് ആണെങ്കിൽ ചുമ്മാ വെറുതെ നമ്മളെപ്പോലെ കൂട്ടത്തിൽ ചുമ്മാ എഴുന്നേറ്റ് സുചേഷപ്രവർത്തനം രാവിലെ എഴുന്നേറ്റ് പോയി അവിടെയൊക്കെ പ്രവർത്തിക്കുന്ന അവർക്ക് എന്തൊരു ഉത്സാഹമായിരിക്കേണ്ട പറയപ്പെട്ടവർ. പൗലോസൊന്നും അല്ലല്ലോ, അവർ നമ്മളെപ്പോലുള്ള ആളുകളല്ലേ, എന്തൊരു ഉത്സാഹമായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അല്ലെങ്കിൽ തളർത്തി കളയും. കാരണം അവരുടെ കാര്യം അവർക്ക് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നം അവരുടെ പിള്ളേർക്കുണ്ടല്ലോ. ഏത് പ്രശ്നം? ഈ ആഹാരം കഴിക്കുന്ന പ്രശ്നമാണ് പിള്ളേർക്കുണ്ടല്ലോ. അപ്പോൾ അവർ എന്തെങ്കിലും കൊടുക്കണ്ടേ, അവർ പണിക്ക് പോകേണ്ട കാര്യമല്ലേ. അപ്പോൾ അത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾക്ക് നേരിട്ടൊക്കെ കാണാൻ നമ്മളത് ഫീൽ ചെയ്യും നമുക്കത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് എൻകറേജ് എന്ന് പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഷോസ് ദാറ്റ് മിഷണറീസ് ദാറ്റ് ദേ ആർ നോട്ട് ഫോർഗോട്ടൺ ബൈ അതേഴ്സ് ബട്ട് ദേ ആർ വാല്യൂഡ് ആൻഡ് ബി ലൗഡ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ പണം മാത്രമല്ല, അവരെ നമ്മൾ ഓർക്കുന്നു, മറന്നിട്ടില്ല, നമ്മളവരെ നമ്മുടെ പണം കൊണ്ട് ആദരിക്കാൻ തക്കവണ്ണം മൂല്യമുള്ളവരായിട്ട് കാണുന്നു, അവരെ നമ്മൾ സ്നേഹിക്കുന്നു. ഇപ്പം നമ്മുടെ സഭകളിലൊക്കെ വർക്കേഴ്സ് ഉണ്ട്, എല്ലാവരും ഉൾപ്പെടുത്തി ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അവർക്കത് തോന്നും, അവർക്ക് അങ്ങനെയൊക്കെ തോന്നും, ഞങ്ങളെ മറന്നിട്ടില്ലല്ലോ. ഞാൻ പിന്നെ എനിക്കൊരു തിസിസ് ഈ എക്കണോമിക്സിൽ ബിബ്ലിക്കൽ ഫിനാൻസിൽ എഴുതേണ്ടി വന്നു. അപ്പം ഞാൻ ഈ വാക്യം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഞാനത് നോക്കി എഴുതാൻ പറ്റും. അത് ആവർത്തനത്തിലാണ്, ആവർത്തന 18-ാം അധ്യായത്തിലാണ്. നീ കൊയ്ത് നിൻ്റെ വിളവ് ശേഖരിച്ചേക്കുമ്പോൾ നീ ലേവ്യനെ മറന്നു പോരുന്നു, അവന് നിന്നെപ്പോലെ. അപ്പം അതെന്നെ പണ്ടേ സ്ട്രൈക്ക് ചെയ്തൊരു വാക്യമാണ്. അത് നിങ്ങളതിനൊന്ന് വിഷ്വലൈസ് ചെയ്താൽ, അതായത് നമ്മൾ പിന്നെ ശമ്പളം മേടിച്ച് പോക്കറ്റിൽ വയ്ക്കാൻ നമ്മൾ ഓർക്കണം, നിന്നെപ്പോലെ ജോലി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ച് കുടുംബവും വീടൊക്കെ ആയിട്ട് അത് സ്ഥലങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന അവരെ നമ്മൾ മറന്നു കളയരുത്. അങ്ങനെ മറക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ടൊരാൾ എന്നോട് പറഞ്ഞ് ഓർക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൊച്ചുണ്ടായപ്പോൾ ഒരു വിശ്വാസി കാണാൻ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞല്ലോ, അപ്പോൾ അദ്ദേഹം ഒരു കർത്താവിൻ്റെ വേലക്കാരനാണ്. അപ്പം അവരെന്തോ കുറച്ച് മുട്ടായിയൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പറയണം, ആ മുട്ടായിയുടെ പൈസ എൻ്റെ കയ്യിൽ പൈസയായിട്ട് എന്തെങ്കിലും ബില്ലടക്കായിരുന്നു, കുറച്ച് ഈ ഹോസ്പിറ്റലിലെ പൈസയുടെ ബില്ലടക്കായിരുന്നു അദ്ദേഹം എന്നോട് പറയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും അൺകൺസേൺഡ് ആണ് ആളുകളെക്കുറിച്ച്, ആളുകളുടെ നീഡ്സിനെ കുറിച്ച്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നെ ഹോസ്പിറ്റലാണ്, അപ്പോൾ അവർക്ക് എന്തൊക്കെയോ പൈസ ആവശ്യമൊക്കെ ഉണ്ട്.
അപ്പോൾ കാണാൻ വന്നപ്പോൾ കൊച്ചൊക്കെ അപ്പോൾ ഒരു മിഠായിയൊക്കെ മേടിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഒരു അദ്ദേഹത്തോട് പേഴ്സണലായിട്ട് പറഞ്ഞതാണ്. അതിന് പകരം എനിക്ക് അത് വെറുതെ പൈസയായിട്ട് തന്നിരുന്നെങ്കിൽ തന്നെ എനിക്കത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിനക്ക് അവനില്ലല്ലോ, നമ്മളത് പോക്കറ്റ് ഇടുമ്പോൾ നമുക്ക് ആദായം കിട്ടുമ്പോൾ, നമുക്ക് വരുമാനം കിട്ടുമ്പോൾ നമ്മൾ ഓർക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ലേ? അവർ അത് വേണ്ടാന്ന് വെച്ചാണ് അവർ കർത്താവിൻ്റെ വിലക്കായിട്ട് അവർ കർത്താവ് വിളിച്ചതാണ്. അവർ നമ്മളെ എന്നല്ല നോക്കുന്നത്. നമ്മളോട് ആരും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ ആളുകൾ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും എഴുത്ത്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരും എഴുത്ത് അയക്കാറില്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ വേലക്കാർ. മറ്റു ഭാഗത്ത് നമ്മളതിനെ കൂട്ടിയിട്ടുണ്ട്, അവർ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അത് എക്സെപ്ഷണലായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെയും ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ചോദിച്ചിട്ടില്ല. അവർ ചോദിക്കില്ല. നമ്മുടെ ഒരു അഭിമാനമാണത്. നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയുന്നില്ല, ഞാനങ്ങനെ ഓർക്കാറുണ്ട്. അവരൊന്നും അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർ എന്നോട് പോലും പറയാറില്ല. നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളോട് അങ്ങനെ പേഴ്സണലായിട്ടുള്ളൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ പറയുന്നല്ലാണ്ട് അങ്ങനെയൊന്നും പറയാമല്ലോ അവർ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ഈ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുക? ഞാനും ഈ ഇതൊക്കെ അനുഭവിച്ചാൽ ഞാൻ ഈ സഭയിലെ ദാരിദ്ര്യമാണ് നമ്മുടെ ഏറ്റവും വലിയ തലവേദന. നിങ്ങൾ ലീഡേഴ്സൊക്കെ ആണല്ലോ, ഇത് ഇവർക്കൊക്കെ എവിടുന്ന് വരുമെന്നുള്ള കാര്യം ചോദ്യം അല്ലേ? നമുക്ക് ഇത്രയും വലിയ ഉത്തരവാദിത്വം എന്നൊക്കെ അറിയാം. ഇവരോടൊക്കെ പറയാൻ പറഞ്ഞാൽ ഇവർക്ക് തരാനായിട്ട് വല്ലതും വേണ്ടേ? അതാണ് നമ്മുടെ മെയിൻ കൺസേൺ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഈ ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് പ്രായോഗികമായിട്ട് നിങ്ങളോട് നമുക്കൊന്ന് ചർച്ച ചെയ്യാനായിട്ടുള്ളത്. ഇപ്പം നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ചോദിക്കുന്ന ആളുകൾ പറഞ്ഞാൽ പിന്നെ റബ്ബർ വെട്ടുന്ന ആളുകൾ, അല്ലെങ്കിൽ കൂലിപ്പണി എടുക്കുന്ന ആൾ, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ചെറിയ വരുമാനമൊക്കെ ഉള്ള കഷ്ടിപുഷ്ടിയൊക്കെ ജീവിച്ചു പോകുന്ന ആളുകളാണ്. ഇവരോട് എത്രയും കൊടുക്കുക? അതിനൊരു പരിധിയൊക്കെ ഇല്ലേ? അല്ലേ? ആ പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ലേ? അല്ലേ? ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിച്ചു ഇവരൊക്കെ എവിടുന്ന് എടുത്ത് തരുമോ എന്നുള്ള കാര്യം അതൊരു ചോദ്യമാണ്. അതൊരു ചോദ്യമാണ് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് 2 കൊരിന്ത്യർ, നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാൻ. മത്തായി 6:30 നമുക്ക് വളരെ പരിചയമുള്ള ഏതോ 2 കൊരിന്ത്യരിലേക്ക് നമുക്ക് അത്ര പരിചയം. 6:31 കാണാണ്ടിരിക്കും. എന്താണ്? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ എന്ത് തരുമെന്നാ പറഞ്ഞത്? എന്ത് തരുമെന്നാ പറഞ്ഞേ? ആ മോളി പറഞ്ഞു വരുന്നത് എന്ത് തരുമെന്നാ പറഞ്ഞേ? നിങ്ങളുടെ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്കൊരു അപ്പനുണ്ട് ലോകത്തിൽ. അത് അവന് വിടുക. നിങ്ങളെന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ രാജ്യത്തിൻ്റെ ധനകാര്യം അന്വേഷിക്കാനാണ് പറഞ്ഞത്. നിങ്ങളുടെ ആവശ്യങ്ങളാവുന്നത് അതാണ് അതിൻ്റെ. ഇപ്പം ഇത് മിഷണറിമാർക്കുള്ള വാക്യമാണ് അല്ലേ? ചോദിച്ചാലേ നമ്മളെങ്ങനെ പറയാം? ഇത് കർത്താവിൻ്റെ വേലക്കാർക്കുള്ള വാക്യമാണ്. കർത്താവിൻ്റെ വേലക്കാരോടല്ല കർത്താവ് സംസാരിച്ചാണോ? ഇത് ജനക്കൂട്ടത്തോട് സംസാരിച്ചാ. നമ്മളെപ്പോലുള്ള വെറും സാധാ വിശ്വാസികളോട് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? മുമ്പേ അവൻ്റെ രാജ്യം അന്വേഷിക്കാനായിട്ട്, രാജ്യവും നീതി അന്വേഷിക്കാനായിട്ട് പറഞ്ഞത് നമ്മളോടാണ് പറഞ്ഞത്. അത് വിശ്വാസികളോട് പറഞ്ഞ കാര്യമാണ്. എല്ലാ വിശ്വാസികളുടെ ഉത്തരവാദിത്തം. അത് മിഷണറിമാർ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഫുൾ ടൈം വർക്കേഴ്സിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലക്കാർ. നമ്മൾക്ക് തെറ്റായിട്ടുള്ള കൺസെപ്റ്റാണ്. അത് എല്ലാ വിശ്വാസികളും മുമ്പേ അന്വേഷിക്കേണ്ടത് എന്താണ്? അവൻ്റെ രാജ്യം അന്വേഷിക്കുന്ന ആളായിട്ട് പഠിച്ചാൽ അതോടുകൂടെ ഇത് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന കർത്താവ് പറഞ്ഞത്. അത് വാഗ്ദത്തമാണ്. അതൊക്കെ ഈ കർത്താവിൻ്റെ വേലയ്ക്ക് പോകുന്നവർ മാത്രമേ അത് ക്ലെയിം ചെയ്യാറുള്ളൂ. അവർക്ക് കിട്ടാറുണ്ട്. പൗലോസൊക്കെ എത്ര കോടികളുടെ വർക്കായി ലോകത്ത് നടത്തിയത്? കോടാനുകോടികളുടെ വില ചെയ്തില്ലേ? അവരൊക്കെ അത് ക്ലെയിം ചെയ്തു, അവരൊക്കെ കാര്യങ്ങൾ നേടി. ഇത് നമുക്കുള്ളതാണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ റബ്ബർ വെട്ടുന്ന, തെങ്ങ് കൃഷി ചെയ്യുന്ന, ഓഫീസിൽ ജോലി ചെയ്യുന്ന നമുക്കുള്ള നമ്മളോട് പറഞ്ഞ കൽപ്പനയാണത്. മുമ്പേ അതൊരു കമാൻഡ്മെൻ്റ് കേട്ടോ, അതൊരു ആജ്ഞയാണത്, ഒരു കൽപ്പനയാണത്. മുമ്പേ അവൻ രാജ്യം നീതി അന്വേഷിപ്പിൻ അല്ലേ, അന്വേഷിക്ക് എന്നൊക്കെ പറയാൻ മലയാളത്തിൽ അങ്ങോട്ട് വരുള്ളൂ അല്ലേ? സീക്ക് ഇമ്പരറ്റീവാണ്. നമ്മളതാ അന്വേഷിക്കേണ്ടത്. നിങ്ങൾക്ക് അവർ രാജ്യം നീതി അന്വേഷിക്കാൻ, രാജ്യത്തിൻ്റെ പൈസ, സാമ്പത്തികത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ പറഞ്ഞേ, നിങ്ങൾക്ക് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഈ മഹാനിയോഗത്തിൻ്റെ ദൗത്യം ഇത്ര വലുതാണ്, ഇത്ര സാമ്പത്തിക പ്രശ്നമുണ്ട്, എൻ്റെ അടുത്താണ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം?
കർത്താവിനോട് പറയണം എനിക്ക് പൈസ തരാൻ പറയണം, എനിക്ക് കൊടുക്കണമെന്ന് പറയണം. നിങ്ങൾ കർത്താവിനെ രാജ്യം മുന്നേ വെക്ക്. നമ്മളെന്താ അന്വേഷിക്കുന്നത്? എന്ത്, എങ്ങനെ റേഷൻ മേടിക്കാം, പിള്ളേർക്ക് എങ്ങനെ ഡ്രസ്സ് മേടിക്കാം, ഫീസ് അടയ്ക്കുക, ഇതൊക്കെ നമുക്കുണ്ട്, എനിക്കുള്ള കാര്യമാണ്. അത് നമ്മൾ നോക്കണം. പക്ഷെ മുന്നമേ അതല്ല, മുന്നമേ നമ്മൾ ഇത് നോക്കണം. കർത്താവേ, നീ എൻ്റെ അടുത്ത് ഈ പിള്ളേരുടെ ഫീസ് അടച്ച് അരി മേടിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊന്നുമില്ല, അതങ്ങനെയല്ല, നീ പറഞ്ഞ് ഇതല്ല പറഞ്ഞത്, എനിക്ക് നിൻ്റെ രാജ്യത്തിന് വേണ്ടി തരണം, അതുകൊണ്ട് തന്നേ തീരൂ ഞങ്ങളുടെ സമരം. കർത്താവിൻ്റെ വാഗ്ദത്തം ക്ലെയിം ചെയ്യണം. ഇത് വർക്കേഴ്സിനും പിന്നെ അവർക്ക് ഇവർക്കൊന്നും കൊടുക്കട്ടെ, നമുക്കുള്ള വാക്യം ഇത്. ഫോർ us. അപ്പോൾ അതാ പിന്നെ പ്യൂരിറ്റൻസ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ, നീ പിന്നെ ദരിദ്രനാണെന്ന് വിശ്വാസിയല്ലെന്നവർ പറയാൻ കാരണം അതാ. ഇത് നിങ്ങൾ രാജ്യത്തിന് കൊടുക്കാനുള്ളതിൻ്റെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ നോക്കാഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് പിതാവ് നോക്കുന്ന കാര്യം നമ്മളീ നോക്കുന്നത്. എന്താ പറഞ്ഞ അവിടെ 22 ഇതൊക്കെ നിങ്ങളുടെ ആവശ്യമെന്ന് സ്വർഗസ്വനായ പിതാവ് അറിയുന്നത്. പിതാവ് അന്വേഷിക്കുന്ന കാര്യം നമ്മൾ അന്വേഷിക്കുകയും നമ്മളോട് അന്വേഷിക്കണമെന്ന് പറഞ്ഞ കാര്യം നമ്മൾ അന്വേഷിക്കാതിരിക്കുന്നത്. അതാണ് നമ്മുടെ പ്രശ്നം. ബാക്കി നിങ്ങളുടെ പിള്ളേരുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഏതെങ്കിലും ഒരു കൊച്ച് രാവിലെ എഴുന്നേറ്റ് ഇന്നെങ്ങനെ റേഷൻ മേടിക്കുന്നത് ചോദിച്ചിട്ടുണ്ടോ? ഇങ്ങനെ അരി മേടിക്കുന്നത് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചാ ഇല്ലല്ലോ. എന്താ ചെയ്യുന്നത്? എനിക്കിന്ന് കോളേജിൽ ഫീസ് അടയ്ക്കാൻ 5000 രൂപ വേണം, അല്ലെങ്കിൽ എനിക്ക് എക്സർഷന് പോകാനായിട്ട് 10000 രൂപ വേണം. അവരിങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുള്ളൂ. അവരൊന്നും അതേക്കുറിച്ച് ചിന്തിക്കാറില്ല. അവരത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർ റേഷൻ മേടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അവരുടെ എന്തുകൊണ്ട് ചിന്തിക്കാത്തേ? അവനൊരു അപ്പനുണ്ട്. അത് തന്നെ ഇവിടെ പറയുന്നതാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളൊന്ന് വീട്ടിൽ പോയി പഠിച്ചു നോക്ക്. ശരി. അപ്പോൾ അതാണ് നിങ്ങൾ പിന്നെ കൊരിന്ത്യർ ലേഖനം എടുത്ത് 2 കൊരിന്ത്യർ 9:9 9 11 എടുത്തേ. നിങ്ങൾ വിതയ്ക്കാനാണ് പറഞ്ഞത്. അപ്പം നിങ്ങളെ പിന്നെ ഇത് പ്രോസ്പെരിറ്റി ഗോസ്പെൽ ഉള്ളത് നിങ്ങൾക്ക് ഇല്ലായ്മയിൽ നിന്ന് ഉള്ളത് കൊടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ കൊടുക്കുന്നവർക്ക് ഇത് ബൈബിൾ പറഞ്ഞ കാര്യം, ഞാൻ പറഞ്ഞ കാര്യമൊന്നുമല്ല. എല്ലാ ദുരുപദേശത്തിലും ഒരു സത്യം ഉണ്ടെന്നാണ് പറയുന്നത്. യഹോവസാക്ഷികൾ പറയുന്നതിനകത്തൊരു സത്യം ഉണ്ടല്ലോ, ദൈവവേകനാണല്ലോ. അപ്പോൾ ഈ പ്രോസ്പെരിറ്റിക്കാർ പറയുന്നതിനകത്ത് ഒരു സത്യമുണ്ട്. അത് അവർ പറയുന്ന പോലെ അല്ലെന്നേ ഉള്ളൂ. നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്, കിട്ടാൻ വേണ്ടിയല്ല, കിട്ടിയത് കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. ആസ് ഈ പ്രോസ്പേഴ്സ് എന്നാണ്. നിങ്ങൾ ഉള്ളതുപോലെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് തന്നതുകൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. അവർ പറയുന്നത് കിട്ടാൻ വേണ്ടി കൊടുക്കാനാണ് പറയുന്നത്. ഉള്ളത് കൊണ്ട് കൊടുക്കുക, നല്ല നമുക്കുണ്ട്, അത് നമ്മൾ വിശ്വസ്തമായിട്ട് കൊടുക്കുക. എന്താ പറഞ്ഞത്? നിങ്ങൾ ചോദിച്ചു നോക്കിയോ, ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. ഇങ്ങനെ ഔദാര്യം കാണിക്കാനായിട്ട് നിങ്ങൾ അതാ പീരിറ്റൻസ് പറഞ്ഞു. ഗുരുസ് ഈ വാക്യങ്ങളുടെ അടുത്ത് പഠിച്ച ആളുകളാണ്. അതിൻ്റെ സെൻസ് അവർക്ക് മനസ്സിലായി. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കും. അതിൻ്റെ 6-ാം വാക്യം വായിച്ചേ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സംശയം തീർത്ത് തരാം. അതായത് നിങ്ങൾക്ക് ഈ യൂറോപ്പ് 2 യൂറോപ്പുണ്ട്. ഈസ്റ്റേൺ യൂറോപ്പും വെസ്റ്റേൺ യൂറോപ്പും. പടിഞ്ഞാറൻ യൂറോപ്പും കിഴക്കൻ യൂറോപ്പും. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഗ്രീസ്, അല്ലെങ്കിൽ ചെക്കോസ്ലോവാക്യ, യുക്കോസ്ലോവാക്യ, അങ്ങനെ കുറേ സ്ലാവാക്യ, ഇതൊക്കെ. പിന്നെ നമ്മുടെ ഈ ഇതൊക്കെ മാസിഡോണിയ ഭാഗങ്ങളൊക്കെ. ഈ വെസ്റ്റ് ഏതാണ്? ബ്രിട്ടൻ, റോം, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്. ഇതിലാരാ റിച്ച്? ആരാ ധനവാന്മാർ? ഞാൻ ഇപ്പോഴത്തെ ഇപ്പോഴും ആണെങ്കിലും അങ്ങനെയാണല്ലോ. പടിഞ്ഞാറാണല്ലോ ലോകത്തെ മുഴുവൻ സമ്പന്നരാക്കിയവരാണല്ലോ. അമേരിക്ക പടിഞ്ഞാറിൻ്റെ എക്സ്റ്റൻഷനാണ്. ഇവിടുന്ന് പോയവരാണ്. കൊടുത്തതാരാ? കിഴക്കരാണ്. ആര്? കിഴക്കൻ യൂറോപ്യൻസ്. ആര്? കൊരിന്ത്യർ. ഈ കൊരിന്ത് സഭയുണ്ടല്ലോ, അഖായ സഭകൾ എന്ന് പറഞ്ഞാൽ കിഴക്കൻ യൂറോപ്പാണ്. മാസിഡോണിയ എന്ന് പറഞ്ഞാൽ, മക്കദോനിയ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടങ്ങോട്ട് പടിഞ്ഞാറാണ്. അവർ കൊടുക്കുന്നവരായിരുന്നു. മാസിഡോണിയ തൊട്ട് അങ്ങോട്ട് കൊടുക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ അവർ കമ്പാരിറ്റീവ്ലി ഗ്രീസ് തുടങ്ങി അങ്ങോട്ട് റിച്ചാണ്. ഇങ്ങോട്ട് പോയി നിങ്ങൾ പൂറാണ്. നിങ്ങൾ നോക്കൂ, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തുകൊണ്ടായിരിക്കാം? അന്ന് തുടങ്ങി വ്യത്യാസം അത് എന്താണെന്നുള്ള കാര്യമൊക്കെ പഠിക്കുന്ന എക്കണോമിസ്റ്റുകളൊക്കെ റിസർച്ച് ചെയ്യുന്ന നല്ല കാര്യമാണ്. അതുകൊണ്ട് എന്താ പറയുക, നമുക്കതിൻ്റെ ഫിലിപ്പി ലേഖനം 4:19 വായിച്ചു നോക്കാം. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ ആ പറഞ്ഞ കാര്യം? വിശ്വാസികളാണല്ലോ അല്ലേ? നമ്മൾ വിശ്വസിക്കുമല്ലോ. അതിന് മുമ്പുള്ള വാക്യം നിങ്ങൾക്ക് എന്താ അറിയോ? എന്ത് കോണ്ടെക്സ്റ്റിലേത് പറഞ്ഞത്? 16, 17, 18 പശ്ചാത്തലത്തിലാണ്.
ഇപ്പോൾ നമ്മളിനി ഇപ്പോൾ ഇതൊക്കെ പഠിക്കും, ഈ ബൈബിൾ വ്യാഖ്യാനമോ കുറച്ചൊക്കെ പഠിക്കുമായിരിക്കുമല്ലോ സഭകളിൽ. അപ്പോൾ നമ്മൾ കോണ്ടെക്സ്റ്റിലാണ് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. കോണ്ടെക്സ്റ്റ് എന്താണ്? 16 എന്താ? 4:16 അല്ലേ? തെസ്സലോനിക്കയിൽ അല്ലേ എൻ്റെ ബുദ്ധിമുട്ട് തീർത്തു, എനിക്ക് വേണമെന്നല്ല, എനിക്ക് സമൃദ്ധിയായിരിക്കുന്നു, ഇപ്പോൾ പ്രാസിൻ്റെ കയ്യാലെ നിങ്ങളെ അയച്ചു, ഞാൻ തൃപ്തനായിരിക്കുന്നു. പിന്നെ 18 ഞാൻ പരിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. 19 എൻ്റെ ദൈവമോ. അതിൻ്റെ പ്രമാണം കൊടുത്ത ആളുകൾക്കുള്ളതാണ്. അല്ലാണ്ട് ചുമ്മാ രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടാൻ മതി. ഈ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്. കൊടുത്ത ആളുകളോട് പറഞ്ഞാൽ, അല്ലാണ്ട് നമ്മളോട് പറഞ്ഞാൽ, അത് എന്നോട് നിങ്ങളോട് പറഞ്ഞ കാര്യമല്ല. നമ്മളോട് പറഞ്ഞാലിത് കൊടുത്ത പക്വതയിലേക്കാണ് നമ്മുടേതാകും. എപ്പോൾ നമ്മൾ കൊടുക്കുന്നവരാണെങ്കിൽ. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ, കോണ്ടെക്സ്റ്റ് വായിച്ചു നോക്കിയാൽ, ആ പശ്ചാത്തലത്തിൽ പറഞ്ഞതാണ്. എൻ്റെ ദൈവമോ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന്, സൂപ്പർലേറ്റീവിൻ്റെ ഒരു അടിപൊളി അല്ലേ, ഒരു അല്ലേ അമ്മാനവാടല്ല അവിടെ കിടന്ന് ഹൈപ്പർബോൾ എന്താ പറഞ്ഞിരിക്കുന്നത്. അത്രത്തോളം ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞതല്ല, കർത്താവ് പറഞ്ഞതാ. അപ്പോൾ അത് ഈ ഫണ്ട് റേസിങ്ങിനുള്ള മാർഗം അതാണ്. ഫണ്ട് റേസിങ്ങിനുള്ള മാർഗം എന്താണ്? നിങ്ങളുടെ ദരിദ്രരായിട്ടുള്ള വിശ്വാസികൾ കൊടുക്കാൻ പറയും. നിങ്ങൾ അവർ കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ സഭയിൽ ഇപ്പോൾ ഒരു വിശ്വാസിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവന് അദ്ദേഹത്തിന് മേടിക്കേണ്ടത്, ഞാൻ മേടിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം തരാൻ കൊണ്ടുവന്നേ. അപ്പോൾ അത് മേടിക്കണം നീ. അത് അദ്ദേഹത്തിൻ്റെ ഇല്ലായ്മ അദ്ദേഹം കൊണ്ടു തരുന്നത് എന്തിനു വേണ്ടിയാണ്? അത് അദ്ദേഹത്തിന് ഈ ഇത് നമുക്ക് ക്ലെയിം ചെയ്യണ്ടേ? ഇത് ക്ലെയിം ചെയ്യണേ നിങ്ങൾ വാങ്ങിക്കേണ്ടിരുന്ന എങ്ങനെ നടക്കുന്നത്? അദ്ദേഹം മനസ്സോടെ വന്ന് മേടിക്കാൻ പറഞ്ഞു, മേടിച്ചവർ. കാരണം അദ്ദേഹത്തിനൊക്കെ പിന്നെ ഇതൊക്കെ പെതയല്ലേ. ഇതിന് നിങ്ങൾ തടയാണ്. നീ വിതയ്ക്കണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത വർഷം നീ അവിടെ കൊണ്ട് അരി കൊടുക്കുമോ? എൻ്റെ വയലിൽ ഞാൻ വിതയ്ക്കാണ്ടിരുന്നാൽ പിന്നെ അടുത്ത വർഷം ഞാൻ അവിടെ പോയി കൊയ്യും. അവൻ വിതയ്ക്കാൻ കൊണ്ടുവന്നിട്ട് വേണ്ടാന്ന് പറയാം. അവൻ്റെ ഉള്ളിൽ 2 കാശല്ല വിധവയിട്ട്, അത് മതിയല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ അതുപോലെ പബ്ലിസിറ്റി ഇട്ടേ വരാറിലുണ്ടോ അല്ലേ? എൻ്റെ 2 കാശ് കൊണ്ട് ലോകം മുഴുവനും നിൽക്കുന്ന പബ്ലിസിറ്റിയാണ്. അപ്പോൾ എന്താ മാർഗം പ്രിയപ്പെട്ടവരെ? നമ്മളുള്ളതിൽ നിന്നെടുത്ത് സാക്രിഫിഷ്യലായിട്ട് അവരെ കൊണ്ട് കൊടുപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ കൊടുക്കുക, അവരെ കൊടുക്കട്ടെ. അവരത് അവർക്ക് ദൈവം അനുഗ്രഹിക്കാനുള്ള മാർഗ്ഗമാണത്. ദൈവം അവർക്ക് എന്താണ് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ വെറുതെ ഇങ്ങനെ ധനസംതൃപ്തി മാത്രമല്ല, അവരുടെ കുടുംബത്തെയും മക്കളെയൊക്കെ ദൈവം അനുഗ്രഹിക്കും. പണ്ട് എബ്രാഹിം പറഞ്ഞല്ലേ, എടാ നീ ഉള്ള 10 പൈസയുള്ള കൊടുക്ക്, നിൻ്റെ മകനൊരു IAS കാരനാക്കിയ ദൈവത്തിന് നിനക്കതെല്ലാം തിരിച്ചറിയാൻ കഴിയില്ല. നീ പറയാൻ പറ്റുമോ? ദൈവത്തിന് എന്തെല്ലാം സോഴ്സസാണ് ഉള്ളത്. ഒരു പനി വരാണ്ടിരുന്നാൽ പോരെ. എത്ര പൈസ ലാഭം അല്ലേ ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ ദൈവത്തിന് തരാനായിട്ട് കഴിയുന്നത് വെറുതെ ഇങ്ങനെ പണം മാത്രമല്ല. അടുത്തതായിട്ട് നമ്മൾ ഈ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവരോട് പറയേണ്ടതിൻ്റെ നിത്യമായിട്ടുള്ള റിവാർഡിനെ കുറിച്ചാണ്, പ്രതിഫലത്തെക്കുറിച്ചാണ്. കൊടുക്കുന്നത് കൊണ്ട് ഉള്ള പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ അവർക്ക് നമ്മുടെ വിശ്വാസികളെ നമ്മൾ ബോധവൽക്കരിക്കണം. എങ്കിലേ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അവർക്ക് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇല്ലെന്നുള്ള മതി, നിങ്ങളില്ലായ്മ മതി. നിങ്ങൾക്ക് 20 പൈസ ഇടാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ 2 രൂപ ഇട്ടാൽ മതി. അത് അത്ര മാത്രമേ നിങ്ങൾ ഇട്ടാൽ മതി. നിങ്ങൾക്ക് സാക്രിഫിഷ്യലായിട്ട് അത്രയുള്ള ഇട്ടാൽ മതി. അത് ദൈവമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞ ഈ സോഴ്സ് ഇരിക്കുന്ന എവിടെയാണ്? ഇതിൽ നിന്നുണ്ടല്ലോ, ഇതിങ്ങടെ ഈ 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ ഈ ഉറവ ഇങ്ങനെ തെളിഞ്ഞു വരും. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഈ MNCയുടെ പൈസ മുഴുവൻ വരുന്നത് നമ്മുടെ വെറും സാധാ വിശ്വാസിയുടെ കയ്യിൽ നിന്നാണ് വരാൻ പോകുന്നത്. അങ്ങനെയാണ് ദൈവം വെച്ചിട്ടുള്ളത്. അല്ലേ നിങ്ങൾ പറ. ശരി. അപ്പോൾ നമ്മൾ വിശ്വാസികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം. അവർക്കത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്തവർ കൊടുക്കും. ക്ലിക്ക് ചെയ്തവർക്ക് അത് മനസ്സിലായിട്ട് അത് കൊടുക്കും, അവർ ചെയ്യും. ക്ലിക്ക് ചെയ്യണം. നമുക്കാദ്യം ക്ലിക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ ഇല്ല എന്ന് പറഞ്ഞ് കൊടുക്കാണ്ടിരിക്കാനൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഉണ്ടല്ലോ. ആ കൊച്ചൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? 2 അപ്പോ അല്ല 5 അപ്പോ 2 മീനുള്ളൂ. അത് മതിയല്ലോ. അത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണ് സോഴ്സ് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ന് പറഞ്ഞ് നമ്മളിരുന്നാണല്ലോ. നിങ്ങളുടെ ഫണ്ടിൽ നിന്ന് നിങ്ങൾ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ മിഷൻ ഫണ്ടിലേക്കാണ് മാറ്റിയേക്കേണ്ടത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ശരി, ഇതെല്ലാം കൂടെ പറയാനുള്ളത്. അടുത്തതായിട്ട് ഇതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ അവർക്ക് ബോധമുള്ളവരാക്കി തീർക്കണം. നമ്മൾ മത്തായിയുടെ വിശേഷം 6:19 നമുക്കൊന്ന് വായിച്ച് നോക്കാം. 6:19-21 വരെ നമ്മൾ എന്താ അല്ലേ, നിൻ്റെ നമുക്കറിയാമല്ലോ, നിക്ഷേപമുള്ളവിടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, ഞാനതിനെക്കുറിച്ച് പറയുന്നത്, ഇത് നിക്ഷേപമാണ്, ഇത് ഇൻവെസ്റ്റ്മെൻറ്റാണ്.
നമ്മുടെ വിശ്വാസികളെ സ്വത്ത് ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കണം. അവരുടെ സാമ്പത്തിക മേഖലയെ നിങ്ങൾ പഠിപ്പിക്കണം. പണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളവരെ അവരെ പഠിപ്പിക്കണം. അതാണ് 1 ശമൂവേൽ ഞാൻ നേരത്തെ വായിച്ചോടത്ത് നിങ്ങൾ വായിച്ചൊരു പ്രമാണം കണ്ടോ? ആ പ്രമാണം ഇന്ന് വരെ ഇസ്രായേലിൽ നിന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ സ്ഥലങ്ങളിലുണ്ടല്ലോ. ദാറ്റ്സ് എൻ ഇറ്റേണൽ അത് ദൈവത്തിൻ്റെ ദൈവവചനത്തിൻ്റെ ഭാഗമായിട്ട് ദൈവം സ്വീകരിച്ച കാര്യമാണ്. ദാവീദിലൂടെ ദൈവം ആ കാര്യം ചെയ്യിച്ചത് ദൈവരാജ്യത്തിൻ്റെ പ്രമാണമായി തീർന്നിരിക്കുകയാണ്. ദാവീദിൻ്റെ ആണല്ലോ രാജ്യം. എന്താ രാജ്യത്തിൻ്റെ പ്രമാണം? എന്ത് പ്രമാണം ദാവീദ്, സാമ്പത്തിക പ്രമാണം ദാവീദ് അവിടെ നടപ്പിലാക്കിയത്? 24-25 യുദ്ധത്തിന് പോകുന്നവൻ്റെയും ഓഹരിയും സാമാനങ്ങളുടെ അരികെ താമസിക്കുന്നവരുടെ ഓഹരിയും ഒരുപോലെ ആയിരിക്കണം. അവർ സമാംശമായിട്ട് ഭാഗിക്കണം. ഇത് അന്ന് മുതൽ ആ കാര്യങ്ങൾ നടപ്പാൽ അത് ഇന്ന് വരെ ഇസ്രായേലിലെ ചട്ടമാണ്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ നിയമം നടപ്പിലാക്കിയിരിക്കുന്നതാണ്. രാജ്യത്തിൽ നിയമമാണ്, രാജ്യത്തിൻ്റെ നിയമമാണ്. ആർക്ക്? പൗലോസും ബർണബാസും ശീലാസുമായി തങ്ങളുടെ സ്വത്ത് അല്ലേ ആ പങ്കുവയ്ക്കും. അല്ലെങ്കിൽ പൗലോസിൻ്റെ ഇൻഹെറിറ്റൻസും അന്ത്യോക്യ സഭയുടെ ഇൻഹെറിറ്റൻസും എങ്ങനെയാണെന്ന് പറഞ്ഞത്? ഈ പ്രമാണം രാജ്യത്തിലെ ഡിവിഷൻ എങ്ങനെയായിരിക്കുന്നത്? ഈക്വലാണ്. കൈ നനയാതെ മീൻ പിടിക്കുക അല്ലേ? പോലീസ് എത്ര അടി മേടിച്ചാൽ അത് അവർ കർത്താവ് വിളിച്ചിട്ടുണ്ട്, അവർ പോകും, കർത്താവിൻ്റെ വില ചെയ്യും, അത് വേറെ വിഷയം. പക്ഷേ ഇവിടെ ഇരുന്ന ആളുകൾ എത്ര വലിയ സാധ്യത അവർക്കുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ നഷ്ടപ്പെടുത്തിയാണ് ഈ വിശ്വാസികളെ വെറുതെ ജീവിതം പാഴാക്കുന്നത്. പൗലോസിൻ്റെ അതേ പ്രതിഫലം അന്ത്യോക്യ സഭയിലെ ആൾ കിട്ടും. അതാണ് രാജ്യത്തിൻ്റെ പ്രമാണം. സാമാനങ്ങൾക്ക് അടുത്തിരിക്കുന്നവർക്കും ബാക്കപ്പ് മിനിസ്റ്റർ ചെയ്യുന്നവർക്കും മുന്നോട്ടും ഈ ആർട്ടിലറി ആണെങ്കിലും ഇൻഫൻട്രി ആണെങ്കിലും ശമ്പളം ഒന്നല്ല ക്യാപ്റ്റന്. ശമ്പളത്തിൻ്റെ കാര്യത്തിൽ എന്താ വ്യത്യാസമുള്ളത്? ട്രാവൽ അലവൻസൊക്കെ ആയിരിക്കും അല്ലേ? അത് ഇവിടുന്ന് അയച്ചു കൊടുത്തല്ലോ ട്രാവൽ അലവൻസ്. ഒരേ ശമ്പളം വൈകുന്നേരം ചോദിച്ചു നോക്ക്. ശമ്പളം ഒരേ റാങ്കിലുള്ളവർക്ക് ഒരേ റാങ്ക് ഒരേ പെൻഷൻ തന്നെയാണല്ലേ ഇപ്പോൾ. പിന്നെയാണോ ശമ്പളം ഒന്നാ? അതതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സപ്ലൈ കോറിൽ വർക്ക് ചെയ്യുന്ന സപ്ലൈ കോർ. എൻ്റെ ഒരു അമ്മ ഉണ്ടായിരുന്നു കേണലായിട്ട് റിട്ടയർ ചെയ്തത്, AC ആയിരുന്നു. ഒരു പണിയില്ല, ഒരു യുദ്ധത്തിലും പുള്ളി പങ്കെടുത്തിട്ടില്ല. അതേ മറ്റുള്ളവരുടെ അതേ സാലറിയാണ്. പിന്നത്തെ അപ്പോൾ ഇത് വലിയൊരു സാധ്യതയാണ് നമുക്കുള്ളത്, നമ്മുടെ വിശ്വാസികൾക്കുള്ള ഈ സാധ്യത. നമ്മൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ പഠിപ്പിക്കാനല്ല നിങ്ങൾ നമ്മളെ നേതൃത്വത്തിലേക്ക് വരുത്തിയിട്ടുള്ളത്? അതുകൊണ്ട് നമ്മളത് പറഞ്ഞു കൊടുക്കണം അവർക്കത് പറഞ്ഞു കൊടുക്കണം, അവരത് മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് പറയാം, ഞങ്ങൾ വേറൊരു കാര്യം പറയാം, നിങ്ങൾ വളരെ പേഴ്സണലായിട്ട് എടുക്കണം. നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള വരുമാനം നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ എന്ത് ചെയ്യരുതെന്നുള്ള കാര്യം അതോടെ ഞാൻ പറയാം. അതിനുശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. സഭാപ്രസംഗി 2-ാം അധ്യായത്തിൻ്റെ 18 സഭാപ്രസംഗിലേക്ക് വരാം. 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ചാപ്റ്റർ 2 വേഴ്സ് 18-21. സഭാപ്രസംഗി 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21. എന്താ പറഞ്ഞത്? സൂര്യന് കീഴ ഒരെണ്ണം കെട്ടെന്ന് ഭയങ്കര ജോലിയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? പ്രയത്നമൊക്കെയും മറ്റൊരുവന് വെച്ചേക്ക്, അവൻ ജ്ഞാനി ആയിരിക്കുമെന്ന്. എന്നാൽ ഇവന് കിടന്ന വെയിലും കൊണ്ടുപോയതിൻ്റെ ഒന്നും ചിലവാക്കാതെ അവൻ സ്വരൂപിച്ച് വെച്ചിട്ട് ആർക്കാ കൊടുത്തത്? എന്ന് പറഞ്ഞാൽ മറ്റൊരുത്ത് പറഞ്ഞാൽ അറിയാമല്ലോ, അവൻ്റെ അടുത്ത തലമുറയ്ക്ക്. അവനെ എന്ത് ചെയ്യും നിനക്കറിയോ? ശരി, അതിൻ്റെ 5:12 മുതൽ ഒന്ന് വായിക്കാം. 5:12 ഇതേ കാര്യമാണ്. 5. അപ്പോൾ ഈ മായ എന്ന് പറഞ്ഞാൽ മീനിങ്ലെസ് കാര്യമാണ്. ഈ സഭാപ്രസംഗിലെ മായ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാപത്തോടുകൂടി ഈ ലോകത്തിലെ ഭൗതിക ജീവിതത്തിൻ്റെ അർത്ഥം വല്ലാതെയും കുറഞ്ഞു പോയി. കാരണം ഒത്തിരി അധ്വാനിച്ച് പിന്നെ അതിലിട്ട മരിച്ചു പോകല്ലേ. പറയുന്നത് ഈ സമ്പത്ത് ഒരു അപ്പനുണ്ടാക്കിയാൽ അവൻ്റെ ഇൻകം, അവൻ്റെ പിന്നെ ഇൻഹെറിറ്റായിട്ട് വരുന്ന അതിൻ്റെ സോഴ്സല്ല ഞാൻ പറയുന്നത്, ഇൻകം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി അങ്ങനെ സ്വരൂപിച്ച് വെക്കരുത്. അത് നിങ്ങൾക്ക് തന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് രാജ്യത്തിൻ്റെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നാൽ നിങ്ങളത് ഇവിടെ വെച്ച് സ്വരൂപിച്ചിട്ടിട്ട് ബാങ്കിൽ അക്കൗണ്ട് കൂട്ടി വെച്ചിട്ട് നിങ്ങൾ പോയാൽ അത് അവൻ നശിപ്പിക്കുന്ന, അത് മായ എന്ന് പറയുന്നത് വ്യർത്ഥമായൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് രാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്ന പൈസ. അത് ഏത് രാജ്യത്തിൻ്റെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാ? നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം നിങ്ങളുടെ ചിലവ് കഴിഞ്ഞ് മക്കളുടെ കാര്യം ചെയ്യണം, അവർക്ക് ഇനീഷ്യൽ ക്യാപിറ്റൽ കൊടുക്കണം, വേണ്ട വിദ്യാഭ്യാസം കൊണ്ട് ജോലിയൊക്കെ കാണിച്ചിട്ട് ബാക്കി നിങ്ങൾക്കുള്ള വരുമാനം മുഴുവൻ നിങ്ങൾക്ക് തന്നത് രാജ്യത്തിൻ്റെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതാർത്ഥം നിക്ഷേപം അവിടെ സ്വരൂപിക്കണമെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി തന്നതാണത്. നിങ്ങൾക്ക് ആ ഭാഷ നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
അതായത് നമുക്ക് ദൈവം തരുന്നത് മക്കൾക്ക് വെച്ചിട്ട് പോയാൽ അത് വ്യർത്ഥമായ ഇറ്റ്സ് എ മീനിങ്ലെസ് കാര്യം. അത് അവനത് ദൂർത്ത് കളിക്കണം. അത് നീ എന്തീ പറയുന്നത്? നീ എത്ര സൂക്ഷിച്ച നീ വെച്ചിരുന്ന കാര്യം അവൻ വന്നോ, അവൻ നഗ്നനായി വന്നു, ഈ ധനവാന്റെ മകനും പോയപ്പോൾ വല്ലതും കൊണ്ടുപോയോ? അതാ താഴെ പറഞ്ഞത് 5-ാം തീയതി പറഞ്ഞത്. 2 പറഞ്ഞത് അത് അവൻ സൂക്ഷിക്കുകയൊന്നുമില്ല. നിനക്ക് അത് തന്നെന്താണെന്നറിയോ? അത് എനിക്ക് തരുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിക്കാനും എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ചെയ്യണം, അവർക്ക് ജോലി കിട്ടാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗ്ഗം കാണിച്ചു കൊടുക്കണം. ബാക്കി എനിക്ക് കിട്ടുന്ന പണം മുഴുവനും എനിക്ക് രാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്ന പണമാണ്. അങ്ങനെ പണത്തെ കണ്ട അവനാണ് ബുദ്ധിമാൻ. നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? എൻ്റെ പണം അങ്ങനെ സാധാരണ ആളുകൾ അങ്ങനെ സ്വരൂപിച്ച് കൂട്ടി വെച്ചിട്ട് അവർ പോവുകയാണ്. എന്തിനാ പോകുന്നത്? നിനക്ക് തന്നാണ്, ഒന്നും കിട്ടില്ല, അത് യൂസ്ലെസ് ആയി തീർന്നു. അവിടെ ചെന്ന് ദരിദ്രനായിട്ടിരിക്കേണ്ടി വരും. രാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്ന പൈസ നിങ്ങളത് എടുത്തിട്ട് അവിടെ വെച്ചിട്ട് പോയാൽ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളുടെ കേട്ടെ, മുഗളൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. മുഗൾ സാമ്രാജ്യം അറിയാമല്ലേ? ഇന്ത്യയിലെ 16, 17, 18 നൂറ്റാണ്ടുകൾ ഏറ്റവും വലിയ ബ്രിട്ടീഷുകാർ വരുന്നവർ. അപ്പോൾ ഇന്ന് മുഗളൻസിനെ കുറിച്ച് ആർക്കെല്ലാം അറിയോ? അവരുടെ സമ്പത്ത് എന്ത് ചെയ്യും? ആ ആളുകൾ എന്ത് ചെയ്യും? മുഗളൻസിനെ കുറിച്ച് വാർത്തയിലൊന്നും ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ പേപ്പർ വായിച്ചു അടുത്ത ദിവസം. എവിടെ അവരുടെ സമ്പത്തെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എവിടെ? അവരുടെ കുടുംബവും അവരുടെ സമ്പത്തും അവരുടെ മക്കളും ഒക്കെ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞില്ല, ഞാൻ ആഗ്രഹം പോയപ്പോൾ ആ കൊട്ടാരത്ത് നിന്നപ്പോൾ എനിക്ക് വല്ലാതെ ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചു. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. ഒന്നും പ്രിസർവ് ചെയ്യുന്നില്ലല്ലോ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ. ഇത് ഷാജഹാൻ്റെ കൊട്ടാരത്തിലാണ് നിൽക്കുന്നത്. അതായത് സഭാപ്രസംഗം എടുത്ത് വായിച്ചു നോക്കാം. അതാ പറയുന്നത്, സഭാപ്രസംഗം പറയുന്നത് നിങ്ങൾക്ക് നിലനിൽക്കുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നാം ഈ മേഖലയിലെ വിശ്വാസികൾക്ക് കൊടുക്കാനായിട്ട് അവരെ നാം ശീലിക്കണം. നാം അത് ക്ലിക്ക് ചെയ്യണം. നാം അത് അവരെ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ദ്രോഹമാണത്. അവരുടെ നിത്യത റിച്ചാക്കാനായിട്ടല്ല അവരെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. നമ്മുടെ വിശ്വാസികളുടെ നിത്യതയെ റിച്ചാക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അവർക്ക് വേണ്ടതുപോലെ ഇത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ചെയ്യണം, നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കണം. ദൈവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കും എന്നുള്ള കാര്യം നമ്മളത് ഓർക്കണം. അപ്പോൾ ഞാൻ ഇനി അടുത്തായിട്ട് പറയാനുള്ളത് നമ്മളെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. നമ്മൾ ആളുകളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വരാം. 16-1 മുതൽ നമുക്ക് അതിൻ്റെ 4 വരെ ഒന്ന് വായിക്കാം. അപ്പോൾ കൊടുക്കലിൻ്റെ ചില പ്രമാണങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ വിശ്വാസികളെ പഠിപ്പിക്കുമ്പോൾ ഈ ഒന്നാമത് നമ്മൾ കാണുന്നത് പ്രമാണത്തെക്കുറിച്ച് പറയുന്നത് ഇതെല്ലാവർക്കും സെയിം പ്രമാണം, എല്ലാ സഭകളും ചെയ്യണില്ല. അങ്ങനല്ലേ? ഗലാത്യരെ പോലെ തന്നെ നിങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞാൽ കൊടുക്കലിനെക്കുറിച്ച് എല്ലാ തദ്ദേശ സഭകൾക്കും ഒറ്റ പ്രമാണമുള്ളൂ. അതിലെ പ്രമാണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പറഞ്ഞ ഗലാത്യരോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളോട് സെയിം പ്രമാണമാണ്. പ്രിൻസിപ്പിൾസ് ഒന്നും ആകാവില്ല. പ്രിൻസിപ്പിൾ എസ്റ്റാബ്ലിഷ് ആണ്. ഇത് അപ്പസ്തോലിക് പ്രിൻസിപ്പിൾസ് ആണ്. അത് എല്ലാ സഭകൾക്കും ഒന്നാമത് പറയുന്നത് റെഗുലറായിട്ട് കൊടുക്കണമെന്നാണ്, ക്രമമായി കൊടുക്കണമെന്ന്. എന്താ പറഞ്ഞത്? ഞാൻ വന്ന ശേഷം 2-ാം വാക്യം, ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? തനിക്കുള്ളത് 1-ാം നാൾ തോറും ചരതിച്ച് എവിടെ വെക്കണം? സഭ വെക്കാനല്ല, കൈ വെക്കാനാണ് പറഞ്ഞത്. അത് സഭ കൊടുക്കണമെന്ന് അതല്ല. അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ദാറ്റ് ദെയർ ഷുഡ് നോട്ട് ബി എനി കളക്ഷൻ വെന്നൈ. ഞാൻ വരുമ്പോൾ കളക്ഷൻ എടുക്കാൻ പോകരുത് അവിടെ. എന്ന് പറഞ്ഞാൽ 1-ാം തീയതി എന്ന് പറഞ്ഞാൽ പ്രത്യേകം എന്താണ്? ആഴ്ചവട്ടം 1-ാം ദിവസം പ്രത്യേകം എന്താണ്? ആഴ്ചവട്ടം എന്നല്ല കേട്ടോ, സബത്ത് എന്നാണ്. സാബത്താണ് ഈ ആഴ്ചവട്ടം എന്നൊക്കെ പറയുന്നത്. എല്ലാം ഗ്രീക്കിൽ ഉപയോഗിക്കുക സാബത്താണ്. എന്ന് പറഞ്ഞാൽ സാബത്തിൻ്റെ 1-ാം ദിവസം എന്നാണ്. അങ്ങനെയാണ് അന്ന് വീക്ക് കണക്കാക്കിയിരുന്നത്. ശരി, അപ്പോൾ സാബത്തിൻ്റെ 1-ാം ദിവസം എന്ന് പറഞ്ഞാൽ ആഴ്ചയുടെ 1-ാം ദിവസം ഞായറാഴ്ച. എന്താ അവർ ചെയ്യുന്നത്? ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം. എന്താ നമ്മുടെ ഭാഷയിൽ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം ഏതാ? സഭായോഗമാണ്. എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആഴ്ച 1-ാം ദിവസം എന്നല്ല ശമ്പളം കിട്ടുന്നതാണോ? അടിമകൾക്ക് എല്ലാ സംഘങ്ങളും അവിടെ ശമ്പളം കിട്ടുന്ന 1-ാം തീയതി ആയിരുന്നോ? എല്ലാ ആഴ്ചയിലും 1-ാം തീയതി ആയിരുന്നോ? അങ്ങനെ ആദ്യത്തെ ദിവസമാണോ? അങ്ങനെ ഇല്ലായിരുന്നു. അതായത് അത് താഴെ പറയുന്നുണ്ട് എന്താണ്? ഞാൻ വന്ന ശേഷം മാത്രം. അത്രയൊക്കെ പറഞ്ഞാൽ പോരല്ലേ? നിങ്ങളോട് ഭാര്യ വിളിച്ച് പറഞ്ഞാൽ പോലെ ഗസ്റ്റ് വരുന്നുണ്ട് വീട്ടിൽ, പഞ്ചസാരയില്ലെന്ന് പറഞ്ഞാൽ മതി. പിന്നെന്താ ബാക്കി പറയണോ? നമ്മൾ വീട്ടിലെപ്പോൾ പോവാണ്, ഭാര്യ പറയണ ഗസ്റ്റ് ആരോ വരുമെന്ന് വിളിച്ച് പറഞ്ഞു. അമ്മാവനും പിള്ളേരെല്ലാം വരുന്നുണ്ട്, പഞ്ചസാരയില്ലെന്ന് പറഞ്ഞാൽ അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ വെച്ചു. നമ്മൾ കഴുക്കോല പോലെ കയറി ചെല്ലുകയാണ്. പഞ്ചസാര വരച്ചില്ല മനുഷ്യ, നിങ്ങൾ പഞ്ചസാര പിടിക്കാൻ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ ഇത് മക്കളോടാണ്, ശിശുക്കളോട് പറയുന്നതല്ല. അത് ന്യായപ്രമാണത്തിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞേനെ. അവിടെ ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ
നിങ്ങളെ സഭയെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. അത്രയും പറയേണ്ട ആവശ്യമൊന്നുമില്ല, വിവരമുള്ളവരോടാണ് പറഞ്ഞത്. ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇവിടെ കൈ വെക്കാനല്ല പറഞ്ഞെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ 1-ാം ദിവസം തോറും ക്രമമായിട്ട് കൊടുക്കാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ ഈ പണ്ടാര പറയല്ലോ ഇങ്ങനെ ആന പ്രസവിക്കുന്ന പോലെ പാടില്ല എന്ന് പറയുമല്ലോ. ഈ ചേട്ടന്മാരൊരു പറച്ചിലുണ്ട്, ആന പ്രസവിക്കുന്ന എപ്പോഴാണ്? വല്ലപ്പോഴാന്ന് പറയുന്നത്. ആനയുടെ ജീവിതത്തിൽ വല്ലപ്പോഴൊക്കെ ഒരു കൊച്ച കൊണ്ടാവുന്നതാണ്. അങ്ങനെയല്ല കൊടുക്കേണ്ടത്. പിന്നെ എങ്ങനെ കൊടുക്കണം? ക്രമമായിട്ട് വിശ്വാസികളുടെ കയ്യിലാണ് ചിലപ്പോൾ ഒരു കൊടുക്കില്ല. നമ്മൾ അത് ക്രമമായിട്ട് എടുക്കണം. പിന്നെ ക്രമം എന്ന് പറഞ്ഞാൽ ഒരു മാസ ശമ്പളക്കാർക്ക് മാസത്തിലൊന്നും കൊടുക്കുക. അപ്പോൾ അത് ഒരു ക്രമം വേണം ആ കാര്യത്തിൽ എന്നുള്ള കാര്യം. വരുമാനത്തിൻ്റെ ഒരു ഭാഗം കർത്താവിന് കൊടുക്കാനായിട്ട് അവരെ നമ്മൾ പഠിപ്പിക്കണം, പഠിപ്പിക്കണം. അത് നമ്മൾ ശീലമാക്കിക്കണം ആളുകൾ. അതെ, നമ്മൾ കൊടുക്കാൻ വേണം. ഓക്കെ, നമ്മൾ പിന്നെ ഞണ്ടുപോലായി പോകരുത്. അപ്പം നമ്മുടെ ഒരു പ്രശ്നം അതാണ്. ഞാനിങ്ങനെ വിചാരിക്കും നമ്മൾ എത്ര കാലം ഇതൊക്കെ പഠിപ്പിക്കാൻ ആരും അനുസരിക്കുന്നുണ്ടോ? കാരണം എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം. ശരി, രണ്ട് നമുക്കിവിടെ പഠിക്കാൻ കഴിയുന്നത് എന്താണ്? ഞാൻ വന്ന ശേഷം ശേഖരം ഉണ്ടാതിരിക്കണം. ആഴ്ചയിൽ 1-ാം നാൾ തോറും നിങ്ങൾ ഓരോരുത്തർ തനിക്ക് കഴിവുള്ളത്. ഗിവിങ് ഹാസ് ടു ബി പ്രൊപ്പോർഷനേറ്റ്. കൊടുക്കൽ, അതായത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗ്രീക്കിൽ മുന്നേറുന്നതിനനുസരിച്ചാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പത്തികമായിട്ട് വളരുന്നതിനനുസരിച്ചാണ്. നമ്മളൊരു വഴിയിൽ മുന്നേറുകയില്ല. വഴി എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഗ്രസ്, സാമ്പത്തികമായി നമ്മൾ മുന്നേറുന്നതിനനുസരിച്ചാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രമാണം വെച്ചാൽ ആനുപാതികമായിട്ട് കൊടുക്കണം. എനിക്ക് കർത്താവ് തരുന്നതിനനുസരിച്ച് ഞാൻ കൊടുക്കാനായിട്ട് എനിക്ക് കഴിയണം, തനിക്ക് കഴിവുള്ളതിനനുസരിച്ച്. അതല്ല 2 കൊരിന്ത്യർ 8:11 പ്രാപ്തിക്കൊത്തവണ്ണം, അല്ലേ? എന്നാൽ താല്പര്യപ്പെടുവാൻ മനസ്സൊരുക്കമുണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്കൊത്തവണ്ണം നിവൃത്തി ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ പ്രവൃത്തി അനുസരിച്ച് അക്കോർഡിംഗ് ടു എബിലിറ്റി. എല്ലാവർക്കും ഒരുപാട് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ദൈവം തരുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വരുമാനത്തിന് ആനുപാതികമായിട്ട് കൊടുക്കാൻ കഴിയുന്നു. കർത്താവ് കൂടുതൽ പൈസ കിട്ടിയുള്ള പ്രശ്നം എന്താണ്? സാറന്മാരെ, കൂടുതൽ പൈസ കിട്ടിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലവ് കൂടുതലാണ്. നമുക്ക് കുറേ പൈസ കിട്ടാൻ ആയാലും സാമ്പത്തിക ഞാൻ പലപ്പോഴും പ്രതിസന്ധി തീർന്നു. അതിലൂടെ കഴിയുമ്പോഴത്തേക്ക് ബില്ലുകളായി, അതായി, ഇവിടെ ആയില്ല, അല്ലേ? ഈ വരുമാനം കൂടിയിട്ടൊരു കാര്യമില്ല, അതുകൊണ്ട് ചിലവ് കൂടുകയുള്ളൂ. അപ്പം നമുക്ക് വരുമാനം കൂടിയാൽ കൊടുക്കണമെങ്കിൽ നമ്മൾ തീരുമാനിച്ചു, എനിക്ക് 100 രൂപ കിട്ടിയാൽ അതിൻ്റെ ഇത്ര ശതമാനം കർത്താവ്, എനിക്ക് 10,000 കിട്ടിയാൽ അതിൻ്റെ ഇത്ര ശതമാനം എൻ്റെ കർത്താവുണ്ട്. അതങ്ങോട്ട് മാറ്റാതെ നിങ്ങൾ അതും വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു മാസം കയ്യിലിരിക്കില്ല, ഞാൻ ഉറപ്പ് പറയുന്നു. നിങ്ങളൊക്കെ പൈസ കഴിഞ്ഞ് ചെന്നവരല്ലേ, അതുകൊണ്ടായാലും അത് തീർന്നു പോകും, അതാരും കൊത്തിക്കൊണ്ട് പോകും. പണ്ട് ഏതാ പറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞാൽ ബില്ലടയ്ക്കാനാന്ന് പറഞ്ഞു, ഏതോ ഒരു കഥാപാത്രം പറഞ്ഞ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ബില്ലടയ്ക്കാനാണ്. ഏതാ LICയുടെ ബില്ല്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ സ്കൂളിലെ ബില്ല്, കളക്ടർ, കറണ്ട്, ഒന്നുമില്ല. അടുത്ത പ്രാവശ്യമാണ് ഇനി കർത്താവ് തന്നാൽ കുറച്ചും കൂടെ. അപ്പോൾ ഇത് ആനുപാതികമായിട്ട് നമ്മുടെ കഴിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൂടുതൽ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു ചിന്ത ആളുകൾക്ക് പ്രായമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ അങ്ങനെ ബൈബിളിൽ അങ്ങനെ ദശാംശമൊന്നും പഠിപ്പിക്കുന്നില്ല, അത് വിശ്വാസികൾ തീരുമാനിക്കണം. കൂടുതൽ എനിക്ക് 100 രൂപ കിട്ടിയപ്പോൾ ഞാൻ 10 രൂപ കൊടുത്തെങ്കിൽ എനിക്ക് 1000 കിട്ടുമ്പോൾ ഞാൻ 10-30 രൂപ കൊടുക്കാനാണ്, അല്ലെങ്കിൽ 1000 കിട്ടുമ്പോൾ 100 അല്ല, 150 രൂപ അല്ലെങ്കിൽ 100 രൂപ കൊടുക്കാൻ കഴിയണം. 100 കൊടുത്താൽ പോരെ. കർത്താവ് തരുന്നതിനനുസരിച്ച് അല്ല. അങ്ങനെയല്ല, ഇയാളെക്കുറിച്ച് കേട്ടിട്ടില്ല, നമ്മുടെ കോൾഗേറ്റിൻ്റെ ഫാമിലി കമ്പനിക്കാരനെ കേട്ടിട്ടില്ലേ? അയാൾ 90% കൊടുത്ത ആളാണ്. ലിറ്റോർണ എന്നുള്ള ആൾ 99% കൊടുത്ത ആളുകളാണ്. അവർ കൊടുത്തതനുസരിച്ച് പ്രൊപ്പോർഷൻ കൂട്ടി ബാക്കി എന്ന് പറഞ്ഞാൽ 1% എന്നൊക്കെ പറഞ്ഞാൽ കോടാനുകോടികളായിരുന്നു പറഞ്ഞു. പ്രൊപ്പോർഷനായിട്ടായിട്ട് കൊടുക്കണം. നിങ്ങളങ്ങനെ കൊടുക്കാറുണ്ടോ കൂടുതൽ വരുമാനം കിട്ടുമ്പോൾ? അടുത്തത് വോളണ്ടറി ആയിട്ട് കൊടുക്കണം, നിർബന്ധം പാടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എത്രയാണ് കൊടുക്കേണ്ടതെന്ന് വിശ്വാസികൾ തീരുമാനിക്കണം. 1-ാം നാൾ നിങ്ങൾ ഓരോരുത്തരും കഴിവുള്ളത്, 2-ാം വാക്യം അതല്ലേ, കഴിവുള്ളത് ചരദിച്ച് തൻ്റെ വെക്കണം. തനിക്കുള്ളത് ഓരോരുത്തരും തനിക്കുള്ളത് ചരദിച്ച് വെക്കണം. 2 കൊരിന്ത്യർ 9:7 വായിച്ചേ. ഒരു വിശ്വാസിയോട് ഇത്ര കൊടുക്കണമെന്ന് പറയാനായിട്ട് പൗലോസിന് അധികാരമില്ല, അപ്പസ്തോലിന് അധികാരമില്ല. പിന്നെ എങ്ങനെ നമുക്ക് അധികാരം ഉണ്ടാകുന്നത്? ഒരു വിശ്വാസിയോട് ഇത്ര കൊടുക്കണമെന്ന് ഒരിക്കലും പറയരുത്.
ഒരു വിശ്വാസിയോടും അങ്ങനെ പറയാനുള്ള അധികാരം ഒരാൾക്കുമില്ല. കർത്താവ് അവനെ ഏൽപ്പിച്ചതാണ്. അത് അവൻ ഹൃദയത്തിൽ നിർബന്ധം അവനാണ് തീരുമാനിക്കേണ്ടത്. അവൻ നിർബന്ധത്താൽ കൊടുക്കുകയേ ചെയ്യരുത്. നിർബന്ധത്താൽ നിങ്ങൾക്ക് സന്തോഷമില്ലാതെ കൊടുക്കരുത്. നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമാണെങ്കിൽ കർത്താവ് പറയുന്നത് നിങ്ങൾ തരണ്ട മോനെ, എൻ്റെ കുഞ്ഞുമോനെ നീ അത് കൊണ്ടുപോയി പൊട്ടടിച്ചോളാനാണ് പറയുന്നത്. കർത്താവിന് വേണ്ട നമ്മുടെ വേണം എന്തിനാ. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് എന്തുമാത്രം നിർബന്ധങ്ങളല്ലേ. പണം തരാം, എന്താണ് നമുക്ക് അനുഗ്രഹം തരാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെ ഒരു അപ്പസ്തോലില്ലാത്ത അധികാരം ഇവർക്കൊക്കെ ഇവിടുന്ന് ആരാ കൊടുത്തത്? അത് ഒരുത്തനും ദൈവം കൊടുത്തത്, എനിക്ക് തന്നതാണ്, ഞാനാണ് തീരുമാനിക്കുന്നത്. യു ആർ ദ മാസ്റ്റർ. അപ്പം അതിനെക്കുറിച്ച് പറയുന്നത് ഹൃദയത്തിൽ നിശ്ചയിച്ച് പ്ലാൻ ചെയ്ത് കൊടുക്കണം. നിർബന്ധമില്ല, പക്ഷേ നമുക്കൊരു പ്ലാൻ വേണം. നിങ്ങളുടെ വീട്ടിലിരുന്ന ഭാര്യയും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്ത് പ്രായപൂർത്തിയായ മക്കളും ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ പ്രപ്പോർഷൻ നമ്മളെ നിങ്ങളുടെ ഫാമിലിയെ തീരുമാനിക്കണം. അത് നിങ്ങൾ കൊടുത്താൽ മതി. ഒട്ടും കൂടുതൽ കൊടുക്കും, നിങ്ങൾ തീരുമാനിച്ചു കൊടുക്കും. നിങ്ങൾക്ക് സങ്കടം ഉണ്ടോ ഒട്ടും കൊടുക്കും, വേണ്ട ഇങ്ങോട്ട് വരികയേ വേണ്ട, നിങ്ങളാരാ ചോദിച്ചത് എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണം സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടത് സുതാര്യമായിട്ടായിരിക്കണം. അതാണ് 16:3 വായിക്കുന്നത്. സുതാര്യത, ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം. സഭയുടെ സമ്പത്ത് കൈകാര്യം. അപ്പോൾ ലീഡർഷിപ്പിലുള്ളവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണല്ലോ. നിങ്ങളോട് ഞാൻ പറയട്ടെ, 6:3 നമ്മളെന്താ വായിച്ചത്? 3:4 ഞാൻ എത്തിയ ശേഷം നിങ്ങൾക്ക് ധർമ്മശേഖരം യെരുശലേമിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടെ അയക്കും. ഞാനും പോകുവാൻ തക്കവണ്ണം യോഗ്യമായാൽ അവർക്കും എന്നോട് പോരാ. നിങ്ങളൊരാൾ എഴുത്തിനകത്ത് എത്ര രൂപയെന്നുണ്ട്, നിങ്ങളുടെ ആൾ വേണം, ഞാനും പോവാം എന്ന് പറഞ്ഞാൽ അതവിടെ കൊടുത്തിട്ട് പൗലോസ് അതിൽ നിന്ന് മാന്തിയെന്ന് പറയുക. അത് എത്ര കാര്യമായിട്ടാണ് നോക്കിയേ പൗലോസ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ സുതാര്യത കീപ്പ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാകുക. നിങ്ങൾ ഒരു വാക്യോടെ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 8:20-22 പൗലോസിന് ഈ കാര്യത്തിലുള്ള ജ്ഞാനം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ. എന്താ പറഞ്ഞത്? ഞങ്ങളെ നടന്ന ധർമ്മശാസ്ത്രത്തിൽ, അതായത് ആരും ഞങ്ങളെക്കാൾ അപവാദം പറയാതിരിക്കാനായിട്ട് എല്ലാം മുൻകണ്ടി, ഞങ്ങൾ എല്ലാം യോഗ്യമായത് മുൻകരുതി. ഉത്സാഹിയായ സഹോദരനെ കുറിച്ച് തിഹിക്കോസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പൗലോസിന് അറിയുമ്പോൾ എന്ന് പറയുന്നതിനെക്കുറിച്ച് പറയുന്നത് ഈ സഭയിൽ എല്ലാവരും ഒരേപോലെ ആത്മീയരല്ല, ആണോ? അല്ല. വിശ്വാസികൾ തന്നെ അല്ലാത്തൊരു സഭയെ കാണും. കാരണം ഈ കളകളുണ്ടല്ലോ, കളയം എവിടെയുള്ളത്? വയലല്ലേ? ഈ വയലേതാ? ആ സഭയിലൊരു ഭാഗമല്ലേ നിങ്ങളുടെ സഭ. ഇപ്പം നിങ്ങളുടെ സഭയിൽ ഈ ഒരു കള വന്നുകൂടെ? സാധ്യതയുണ്ട്. നമ്മൾ ഓർക്കണം. അത് ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കും കള, ചിലപ്പോൾ നമ്മളായിരിക്കും, ഇപ്പോൾ ഞാനായിരിക്കും. അതൊരു സാധ്യത കേട്ടോ. മക്കളൊക്കെ രക്ഷിക്കപ്പെട്ടാണെന്ന് ആർക്കറിയാം? അത് ഉറപ്പ് വരുത്തണം നമ്മൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതല്ല, അതിനെക്കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് ഈ ആത്മീയ താല്പര്യം ഇല്ലാത്ത ആളുകളെക്കുറിച്ച് പറയുന്നത് അവർക്ക് ആത്മാക്കളുടെ രക്ഷയെക്കാലം കൂടുതൽ താല്പര്യം സഭയുടെ സിമിത്തേരി കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹോളിൻ്റെ അല്ല മറ്റങ്ങനെ എൻ്റർടൈൻമെൻറ്റ്, എന്തൊരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ. അപ്പോൾ ഈ വലിയ ആത്മീയ താല്പര്യമൊന്നും ഇല്ലാത്തവരെ ഈ സമ്പത്തിൽ കയറി പിടിക്കും. നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് വീഴ്ച വന്നാൽ അവരവിടെ പിടിച്ചിട്ട് ആ സഭയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകും. അത് നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങൾ ചിലപ്പോൾ അത്രത്തോളം ചിന്തിച്ചിട്ടുണ്ടാകില്ല. അപ്പോൾ പൗലോസിനറിയാം അവർ പിടിക്കും, നിങ്ങളെ പിടിക്കും. അവർ പിടിച്ചത് പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾക്ക് ഒന്നും പറയാനുണ്ടാകും. അതുകൊണ്ട് സഭയുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ അത് മാക്സിമം സുതാര്യമായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തേക്ക് പിടിപിടി. നിങ്ങൾ വളരെ ഇന്നസെൻ്റായിട്ട് കാര്യം ചെയ്തിരിക്കും, പക്ഷേ ആളുകളുടെ കൈ എവിടെ ഇരിക്കും? ഇവിടെ ഇരിക്കും. നമുക്ക് ഒരു മറുപടി ഉണ്ടാകില്ല. അതുകൊണ്ട് വളരെ പൗലോസിൻ്റെ ഒരു ജ്ഞാനമേ. നമ്മൾ ഈ സഭയുടെ അക്കൗണ്ടിനെ കുറിച്ച് ഞാൻ പറയട്ടെ. അത് ജോയിൻ്റ് അക്കൗണ്ട്. ബാങ്കിലൊക്കെ പോയിട്ട് രണ്ടുപേരുടെ പേരിൽ ജോയിൻ്റ് അക്കൗണ്ടായിട്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു നിർത്താൻ പോവുകയാണ്. അപ്പോൾ സഭയെക്കുറിച്ച് ചിലവഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഒരു 50% വരെ മിഷന് വേണ്ടി ചിലവഴിക്കാൻ കഴിയണം. അതിനെക്കുറിച്ച് പറയുന്നത് ഒരു 30% സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണം, 20% പ്രൊവിഷൻ ഫോർ ദ നീഡി. നമുക്കൊരു വാക്യോടെ പറഞ്ഞാൽ നിങ്ങളോട് പറയാം, ഒരു വാക്യോടെ വായിക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം. ഒരു 50% മിഷന്, ഒരു 30% സഭയുടെ ആവശ്യങ്ങൾ, ഹോള്, അത് ഒത്തിരി ചിലവില്ല. ഈ 20% ദരിദ്രർക്ക് വേണ്ടി, ദരിദ്രർ വലിയൊരു കൺസേൺ ആട്ടോ. ഞാൻ ആ ഒരു വാക്യോടെ വായിച്ച് അവസാനിപ്പിക്കട്ടെ. ഗലാത്യർ 2:9-10 വായിക്കാം. നിങ്ങൾ ഈ കോണ്ടെക്സ്റ്റ് അറിയുക. ലോക സുവിശേഷീകരണത്തിൽ ബർണബാസും പൗലോസും പോകണം. യെരുശലേമിലെ അപ്പസ്തോലന്മാർക്ക് പറയാനുള്ള നിർദ്ദേശം എന്താ? ഇതിനെക്കുറിച്ച് വായിച്ച് ഞൊട്ടിപ്പോയാണ്. അങ്ങനെയല്ല പറയേണ്ടത്. നിങ്ങളെങ്ങനെ സുവിശേഷം പറയണം. ഈ കർത്താവ് ഞങ്ങളെ 3.5 വർഷം ട്രെയിൻ ചെയ്തില്ല. അപ്പോൾ ഡിസൈപ്പിൾഷിപ്പ് മേക്കിങ്ങിൻ്റെ അതിൻ്റെ ഒരു ഡിവൈൻ ഒരു
ബ്ലൂ പ്രിൻ്റ്, അതൊക്കെയല്ലേ പഠിപ്പിക്കേണ്ടത്? അതൊന്നല്ല പറയാം. എന്താ പറഞ്ഞത് എനിക്ക്? അപ്പോൾ ഈ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ആ ഒരു കൺസേൺ, നിങ്ങൾ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ എത്ര വലുതാണ്. സഭയായിട്ട് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്താനല്ല, സഭ അത് സഭയിലുള്ള സഹോദരന്മാരെ കൊണ്ട് ചെയ്യിക്കണം. അത് സഭയുടെ ഉത്തരവാദിത്വം, ഏറ്റവും ഉത്തരവാദിത്വമുള്ളതാണ് മഹാനിയോഗം. പക്ഷെ ഇത് സഭയിലുള്ള ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരെ കൊണ്ട് നിങ്ങൾ സഭയെ ഒരു ഓർഫണേജ് നടത്താനൊന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല. ആ ഓർഫണേജ് നടത്താൻ പോയാൽ സഭ നശിച്ചു പോകുള്ളൂ. സഭയിലുള്ള വിശ്വാസികളെ കൊണ്ട് ഓർഫണേജ് നടത്തിക്കുക, നിങ്ങൾക്ക് സഭയ്ക്ക് സപ്പോർട്ട് ചെയ്യാം. പ്രാക്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞാൽ സഭയ്ക്ക് ഒറ്റ മിഷനുള്ള എന്താണ്? സുവിശേഷവൽക്കരണം, ശിഷ്യന്മാരെ ഉണ്ടാക്കുക. ബാക്കി എവിടെ സ്കൂൾ നടത്താൻ പോയാൽ, നിങ്ങൾ എവിടെ പോയാൽ, അതൊക്കെ സഭയിലെ വിശ്വാസികളെക്കൊണ്ട് സഭ നടത്തിക്കണം. നിങ്ങൾ എൻ്റെ നല്ല ഭക്തരും ദൈവവിശ്വാസികളൊക്കെ ആയിട്ടുള്ള വിശ്വാസികളെ സ്കൂൾ നടത്താൻ ഏൽപ്പിക്കണം. അവർ ഓർഫണേജ് അവർ നടത്തിട്ട് സഭ അതിനെ സപ്പോർട്ട് ചെയ്യുക, നാളെ സപ്പോർട്ട് ചെയ്യുക. സഭയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒറ്റ പരിപാടിയുള്ളൂ. ഞാൻ പറഞ്ഞത് അതൊക്കെ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. അതല്ല പറഞ്ഞത്. 1 യോഹന്നാൻ അല്ല യാക്കോബ് 1:27 എന്താ പറയുന്നത്? ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? അനാഥരെ വിധവമാർ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഭയങ്കര കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ സഭയിലുള്ള ബ്രദർ പറഞ്ഞാൽ ശരിയാണ്, നമ്മുടെ സഭയിലുള്ളവർക്കാണോ അങ്ങനെ ഗലാത്യയിലുള്ള വാക്കിയില്ലേ? എന്താ അകത്തുള്ളവർക്കും വിശേഷാൽ സഹവിശ്വാസി എല്ലാവർക്കും. അതാണ് അതിൻ്റെ ഒന്നാം കാണുന്നത്. പിന്നെ നമുക്ക് ചെയ്യാം, പുറത്തുള്ളവർക്ക് ചെയ്യാം. അതൊരു വലിയ, അപ്പോൾ ഞാൻ എന്നെ അതിശയിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അതല്ല, ഞാൻ നിങ്ങളത് പങ്കുവച്ചാണ് ഈ ലോകവിശേഷത്തിൽ പോകുന്നവരോട് പറഞ്ഞു വിട്ടത് ഈ കാര്യമാണെന്നുള്ളത്. അത് നമ്മളെ അങ്ങനെ ചിന്തിച്ചാൽ അതൊരു വലിയ ഒത്തിരി ഓപ്പണിങ് നമുക്ക് ആ മേഖലയിൽ കിട്ടും. ദൈവം അനുഗ്രഹിക്കട്ടെ.